വെൽക്കം ടു PSC ക്രാക്കർ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചുഴലിക്കാറ്റുകൾ പരിചയപ്പെടാം. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് മോക്ക അല്ലെങ്കിൽ മോച്ച. ഇത് ബംഗാൾ ഉൾക്കടലിൽ വീശുന്ന ഒരു ചുഴലിക്കാറ്റാണ്. പേര് നൽകിയ വ്യക്തി യമനാണ്. 2023 ഇന്ത്യയിലെ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് മോക്ക അല്ലെങ്കിൽ മോച്ച. ബാധിച്ചത് ബംഗ്ലാദേശ്, മ്യാൻമർ എന്നീ സംസ്ഥാനങ്ങളെയാണ്. മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. സെക്കൻഡ് വൺ ബിബർജോയ്. അറബിക്കടലിൽ വീശുന്ന ചുഴലിക്കാറ്റാണ് ബിബർജോയ്. ജൂൺ മാസങ്ങളിലാണ് വീശുന്നത്. പേര് നൽകിയത് ബംഗ്ലാദേശ്. ബിബർജോയ് ദുരന്തം ബാധിച്ചത് ഗുജറാത്തിലാണ്. 2023 അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ് കൂടിയാണ് ബിബർജോയ്. മൂന്നാമത്തേത് തേജ്. അറബിക്കടലിലാണ്. ഒക്ടോബർ മാസങ്ങളിലാണ് വീശുന്നത്. പേര് നൽകിയത് ഇന്ത്യ. ബാധിച്ചത് യമൻ. തേജ് എന്നതിൻ്റെ അർത്ഥം വേഗത എന്നാണ്. അടുത്ത ചുഴലിക്കാറ്റാണ് ഹമൂൺ ചുഴലിക്കാറ്റ്. ബംഗാൾ ഉൾക്കടലിലാണ്. ഒക്ടോബർ മാസങ്ങളിലാണ് വീശുന്നത്. പേര് നൽകിയത് ഇറാൻ. ബാധിച്ചത് ബംഗ്ലാദേശ്. ഹമൂൺ ചതുപ്പു നിലമെന്നാണ് അർത്ഥം. അടുത്തത് മിഥിലി അല്ലെങ്കിൽ മിഥിലി. ബംഗാൾ ഉൾക്കടലിലാണ്. നവംബർ മാസങ്ങളിലാണ് വീശുന്നത്. പേര് നൽകിയത് മാലിദ്വീപ്. ബാധിച്ചത് വടക്കേ ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ സംസ്ഥാനങ്ങളെ. മിഥിലി എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ മരം. നെക്സ്റ്റ് മീഷോങ് അല്ലെങ്കിൽ മിഗ്ജാം ചുഴലിക്കാറ്റ്. ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത്. ഡിസംബർ മാസങ്ങളിലാണ് വീശുന്നത്. പേര് നൽകിയത് മ്യാൻമറാണ്. ബാധിച്ചത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ. മീഷോങ് എന്നതിൻ്റെ അർത്ഥം ശക്തി അല്ലെങ്കിൽ സഹിഷ്ണുത. അടുത്തതാണ് റിമാൽ അഥവാ കെമാൽ ചുഴലിക്കാറ്റ്. ബംഗാൾ ഉൾക്കടലിലാണ് വീശിയത്. മെയ് മാസങ്ങളിലാണ് വീശുന്നത്. പേര് നൽകിയത് ഒമാൻ. ബാധിച്ചത് ബംഗ്ലാദേശ്, പശ്ചിമ ബംഗാൾ. റിമാൽ എന്നാൽ മണൽ. 2024 ബംഗാൾ ഉൾക്കടലിൽ വീശിയ ആദ്യ ചുഴലിക്കാറ്റ്. 2024 ലോകത്ത് വീശിയ ആദ്യ ചുഴലിക്കാറ്റാണ് അൽവാരോ ചുഴലിക്കാറ്റ്. നാശം വിതച്ചത് മഡഗാസ്കറാണ്. 2024 ലോകത്ത് വീശിയ ആദ്യ ചുഴലിക്കാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അൽവാരോ ചുഴലിക്കാറ്റാണ്. നാശം വിതച്ചത് മഡഗാസ്കറാണ്. അടുത്തതാണ് അസ്ന ചുഴലിക്കാറ്റ്. 2024 ഓഗസ്റ്റിലാണ് ഈ ചുഴലിക്കാറ്റ് വീശുന്നത്. ഉത്ഭവം അറബിക്കടലാണ്. പേര് നൽകിയ രാജ്യം പാകിസ്ഥാൻ. അർത്ഥം ദ വൺ ടു ബി അക്നോളജ്ഡ് ഓർ പ്രൈസ്ഡ്, അഥവാ പുകഴ്ത്തപ്പെടേണ്ടത് എന്നാണ്. വീശിയത് ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ്. നെക്സ്റ്റ് വൺ ധാന ചുഴലിക്കാറ്റാണ്. 2024 ഒക്ടോബറിലാണ് വീശുന്നത്. PSC ഒരിടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉത്ഭവം ബംഗാൾ ഉൾക്കടലിലാണ്. പേര് നൽകിയ രാജ്യം ഖത്തർ. അർത്ഥം ജനറോസിറ്റി എന്നാണ്, അഥവാ ഔദാര്യം. വീശിയത് ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. നെക്സ്റ്റ് വൺ ഫെങ്കൽ ചുഴലിക്കാറ്റ്. 2024 നവംബറിലാണ് ഫെങ്കൽ ചുഴലിക്കാറ്റ് വീശുന്നത്. ഉത്ഭവസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. വീശിയത് തമിഴ്നാട് സംസ്ഥാനത്താണ്. പേര് നൽകിയത് സൗദി അറേബ്യയാണ്. അർത്ഥം ഇൻഡിഫറൻറ്റ് എന്നാണ്. ഇനി നമുക്ക് ചുഴലിക്കാറ്റുകളുടെ ഒരു പേരിടിയിൽ ചരിത്രം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ 2004 മുതൽ വടക്കേ ഇന്ത്യൻ സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നതിൽ പ്രത്യേക സംവിധാനം തന്നെയുണ്ടായിരുന്നു. വേൾഡ് മെറ്റോളജിക്കൽ ഓർഗനൈസേഷൻ WMO, യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഫോർ ഏഷ്യ പസഫിക്, യുനെസ്കാപ്പ് എന്നിവയിലെ അംഗരാജ്യങ്ങളുടെ പാനലാണ് പേരുകൾ നൽകുന്നത്.
ബംഗ്ലാദേശ്, ഇന്ത്യ, ഇറാൻ, മാലിദ്വീപ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ശ്രീലങ്ക, തായ്ലാൻഡ്, UAE, യമൻ എന്നിങ്ങനെ 13 രാജ്യങ്ങളാണ് സമിതിയിലുള്ളത്. ഓരോ അംഗരാജ്യങ്ങളും പേരുകളുടെ നീണ്ട പട്ടിക സമർപ്പിക്കും. രാജ്യങ്ങളുടെ സംസ്കാരം, ഭാഷ, പൈതൃകം എന്നിവ പ്രതിഫലിപ്പിച്ചും വൈവിധ്യം ഉറപ്പാക്കിയുമാണ് പേരുകൾ കണ്ടെത്തുന്നത്. ചുഴലിക്കാറ്റുകളുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് കണ്ട് ചാനൽ കണ്ട് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.